ലോക്സഭയിലേക്ക് എം മുകേഷ് മോശം സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം തിരിച്ചടിയായെന്നും വിലയിരുത്തി. മുഖ്യമന്ത്രി എത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. അരുൺ രാജ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും. അരുൺ, കീഴ്ഘടകങ്ങളിൽ കൃത്യമായി പരിശോധനയുണ്ടാകും, തോൽവി സംബന്ധിച്ചെന്ന തീരുമാനം സംസ്ഥാന സമിതിയിൽ എടുത്തതാണ് CPIM. ഇപ്പോൾ അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിനുള്ള യോഗത്തിന്റെ തീരുമാനങ്ങൾ, അവർ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? യഥാർത്ഥത്തിൽ തോൽവിക്ക് കാരണമായത് എന്താണ് കൊല്ലത്ത്? എന്നാണ് യോഗം ചർച്ച ചെയ്തത്, ഒപ്പം തന്നെ തീരുമാനത്തിലെത്തിയത്? പ്രജിൻ, രാവിലെ മുതൽ തുടങ്ങിയ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകീറി പരിശോധിച്ചത്. ഈ തോൽവിയെക്കുറിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞത് സ്ഥാനാർത്ഥി നിലയിൽ M മുകേഷിന്റെ പ്രവർത്തനവും രീതിയും പ്രകടനവും വളരെ മോശമായിരുന്നു. സ്ഥാനാർത്ഥി നിലയിൽ ഫ്ലെക്സിബിൾ ആകാൻ മുകേഷിന് കഴിഞ്ഞില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേതാക്കൾക്കും പാർട്ടിയുടെ കീഴ്ഘടകർക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. പക്ഷേ M മുകേഷിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ല എന്ന മറുചോദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. അതേസമയം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പിനും ധനകാര്യ വകുപ്പിനും കടുത്ത വിമർശനമാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അത് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ധനകാര്യമന്ത്രിയുടെ ജില്ലാ കമ്മിറ്റി കൂടിയാണ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരം വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബാധിച്ചു. അത് വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് പോലും ഇത് മറികടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചോദ്യങ്ങൾക്ക്, സാധാരണക്കാരുടെ ചോദ്യങ്ങളെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ പ്രകടനം അത് പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല. അത് ആ പ്രകടനവും മന്ത്രിയുടെ സമീപനവും ശരിയായ രീതിയിലല്ല. സിവിൽ സപ്ലൈസിൽ പോലും സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനം കൂടി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. മറ്റൊന്ന്, പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ച നടന്നു എന്ന് EP ജയരാജൻ തന്നെ സമ്മതിച്ചത് അത് പാർട്ടി പ്രവർത്തകരിൽ പോലും ആശങ്കയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. ഒരു പ്രവർത്തകരെ പോലും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗമായി എത്തിയത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നാളെയും മറ്റന്നാളും ചേരുന്ന ജില്ലാ കമ്മിറ്റികൾ കൂടി കൂടുതൽ പരിശോധിക്കും. കൂടുതൽ വിമർശനങ്ങൾ വരുന്ന അവിടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും ജയിച്ച UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രന്റെ എതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ അതെല്ലാം തന്നെ തിരിച്ചടിയായി എന്ന രീതിയിലുള്ള വിലയിരുത്തൽ കൂടി ആ യോഗത്തിൽ ഉണ്ടായതായി കേൾക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും പ്രജിൻ, പ്രധാനമന്ത്രിയുമായുള്ള വിരുന്നടക്കമുള്ള കാര്യങ്ങൾ അത് വ്യക്തിപരമായി NK പ്രേമചന്ദ്രനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് ഒട്ടും ശരിയായില്ലെന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. അത് പാർട്ടി എന്ന നിലയിൽ പോകണമായിരുന്നു. പക്ഷേ അത് NK പ്രേമചന്ദ്രനെ വ്യക്തി കേന്ദ്രീകൃതമായി അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി. മുൻ സമീപനങ്ങളും നേരത്തെ ഉണ്ടാക്കിയ തിരിച്ചടികളും മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. പക്ഷേ അത്തരം ഒരു ജാഗ്രത കുറവ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന വിമർശനം കൂടി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. NK പ്രേമചന്ദ്രന്റെ വ്യക്തിയല്ല CPIM നേരിട്ടത്, UDF-നെയാണ് നേരിട്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനവുമായിരുന്നു CPIM ശ്രമിക്കേണ്ടത്. മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനം കൊല്ലം ജില്ലയിൽ നടന്നില്ല. മുന്നണിക്കുള്ളിൽ കെട്ടുറപ്പുണ്ടായില്ലെന്ന വിമർശനം കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി എത്തുകയും ചെയ്തു. പ്രജിത്ത്, ശരി. കൊല്ലം ജില്ലാ സെക്രട്ടറിയിൽ CPIM യോഗം ചേർന്ന ശേഷമുള്ള തീരുമാനങ്ങളും വിലയിരുത്തലുമാണ് അരുൺ രാജ് കൊല്ലത്ത് നിന്നും പങ്കുവച്ചത്.